ഗൈസ് നമ്മളിന്ന് പോണത് നമ്മുടെ മാമൻ്റെ വീട്ടിലുള്ള തോട്ടത്തിലോട്ടാണ്. നമ്മളിപ്പോൾ മാമൻ്റെ വീട്ടിലുണ്ട്. ഇതാണ് എൻ്റെ മാമൻ്റെ വീട്. അപ്പോൾ നമുക്ക് തോട്ടത്തിലോട്ട് പോവാം. എഴുന്നേറ്റിട്ടുള്ളൂ, ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല. ഡയറക്റ്റ് ഇങ്ങോട്ടാണ് വരുന്നത്. പ്രകൃതി രമണീയമായ ഭംഗി കണ്ടപ്പോൾ ഞാൻ ഇവരെയും കൂടി വിളിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നു. പണ്ടൊക്കെ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും ഉള്ളപ്പം രാവിലെ ഇവിടെ നേരത്തെ മോട്ടർ അടിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വരും ഗൈസ്. അതൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. നമ്മൾ ഈ മാണിയുടെ ഉപ്പേരി വെച്ചിട്ട് നല്ല അടിപൊളി നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിറയെ തേനായിരിക്കും. തേന് ഇത് നമുക്ക് നമ്മുടെ അണ്ണാമാരെല്ലാം തിന്നു പോയിരിക്കുന്നു സംഭവം. ഉണ്ട് കേട്ടോ, ഇതിൽ കുറച്ചുണ്ട് സംഭവം. നമുക്കിത് പറിച്ചിട്ട് ഇതിൽ തേനുണ്ടോ നോക്കാം. ഗൈസ് നല്ല തേനുണ്ട്. ഗൈസ് അപ്പൊ ഇതില് തേനൊന്നും ഇല്ല കേട്ടോ. ഇന്ന് നമുക്കിത് ഉപ്പേരി വെക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ പറമ്പ് ഇതാണ് ഗൈസ്. എടാ എന്റെ ചെരുപ്പ് എടുത്ത് കളയല്ലേ സച്ചു. ഞാൻ തെറ്റി സച്ചു. ചെരുപ്പ് എടുത്തുന്ന അയ്യോ ഞെട്ടോളൂ. കുട്ടികളുടെ ഒക്കെ ഒരു സ്നേഹേ. അപ്പൊ നമുക്കിവിടെ ഒരു വലിയ കുളം ഉണ്ട് കേട്ടോ. അപ്പൊ അത് കാണാനായിട്ട് പോവാം. നമ്മുടെ പാടത്തിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇവര് വെള്ളം അടിക്കുന്ന ഒരു കുളമൊക്കെ ഉണ്ട്. ഇവിടെ 2-3 കുളം ഉണ്ട് കേട്ടോ ഗൈസ്. അതാ പാടം കാണാനല്ലേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാവരോടും പറയാണ്, നമ്മുടെ ഈ കുളത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളത്തിൽ 4 കിണറുകളുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങക്ക് ഓട്ടോറിക്ഷക്കാരനെ കാണിച്ചു. ഓട്ടോറിക്ഷക്കാരാ യെസ്, ഓട്ടോറിക്ഷക്കാരൻ ഇതാണ് കേട്ടോ ഗൈസ്. ഓട്ടോറിക്ഷക്കാരൻ അമ്മായി മൊത്തം വിറകും കിട്ടിയിട്ടുണ്ട്. യൂട്ടിലൈസേഷൻ ആണ് റിസോഴ്സിന്. നമ്മളിന്ന് ഇറങ്ങിയത് എന്തായാലും ഇനി കുറച്ച് നാളികേരം കൂടി കിട്ടിയാൽ വിശേഷം. അതെ നമ്മുടെ ടീം ഇതാ വിറകൊക്കെ ഇട്ട് പോകുന്നു. നമ്മുടെ കുളമൊക്കെ ഇപ്പം ശോഷിച്ച അവസ്ഥയിലാണ്. കിട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളപ്പൊക്കത്തിൽ വെള്ളം. ഇന്ന് പാലക്കാട് എത്രയാണ് ചൂട്? 38 ഡിഗ്രി ചൂടാണ്. ആ ചൂടത്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഗൈസ് എന്റെ തലയിൽ പുളിയുറുമ്പ് കയറി. അയ്യോ ഈ കുളത്തിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ വന്ന് കുളിക്കാറൊക്കെ ഉണ്ട്. ഈ കുളത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് നീന്തിയിട്ട് ആ അറ്റം പിടിക്കാറൊക്കെ ഉണ്ട്. ഈ കുളത്തിലല്ലേ ഒരു വട്ടം ആരും മുങ്ങി പോയിട്ടുണ്ട്? ഞാൻ ഒരു പ്രാവശ്യം മുങ്ങിയിട്ട് ഗൈസ് അപ്പൊ പറയുന്നത് 4 കിണറുള്ള കുളമാണിത്. ഇവിടെ അമ്മ മുങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മുന്നേ നല്ല കിണറായിരുന്നു, നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ തിരുമ്പാനും കുളിക്കാനൊക്കെ കുളിച്ചായിരുന്നു. എന്നിട്ട് അവിടെ വെച്ച് ഞങ്ങൾ പിടിക്കും, ആരെ ഫസ്റ്റ് എത്താൻ നോക്കും. അതിന്റെ ഇടയിൽ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം മുങ്ങിപ്പോയിട്ടുണ്ട്. നല്ല ശ്വാസമൊക്കെ മുട്ടി കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
നല്ല കുളമായിരുന്നു. ഇപ്പൊ ഇതൊക്കെ ആകെ ആരും യൂസ് ചെയ്യാണ്ട് ആകെ നാശായി. അതാണ് പിന്നെ നല്ല. പക്ഷെ മഴക്കാലം ആയി കഴിഞ്ഞാലല്ലേ നിറയെ മീൻ വരും കേട്ടോ. നിറയെ കണ്ണൻ മീനും പിന്നെ അതുമാതിരി തന്നെ ഈ പാടത്തുനിന്ന് ചെറിയ ചെറിയ വരാല് മീനുകളില്ലേ, അതും കേറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മീനൊക്കെ നന്നായിട്ട് കിട്ടും. നല്ല ടേസ്റ്റ് ഉള്ള മീനായിരിക്കും. അപ്പം ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ പറമ്പ്. അപ്പം എല്ലാം കണ്ടില്ല നിങ്ങൾ. പറമ്പിലോട്ട് വന്ന അടിപൊളി വൈബാണ്. പാടത്തോട്ട് ഇറങ്ങിയ ശോകം വൈബാണ്. വൈകിട്ട് നല്ല രസമാട്ടോ പാടത്തേക്ക് ഇറങ്ങി. ഞങ്ങള് പണ്ടൊക്കെ പാടത്ത് ചെന്നിട്ട് നമ്മള് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ നോക്കുക, ആടിനെ നോക്കുക. അങ്ങനെ ഇവിടെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ വീട്ടിലൊക്കെ പശു ആടൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ പാടത്ത് വൈകിട്ട് ചെന്നിരിക്കും. അപ്പൊ അവരെ കൂടെ ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ ചക്കുപ്പേരി അങ്ങനെയൊക്കെ ഈ പാടത്ത് വന്നിരുന്ന് കഴിക്കും. നല്ല രസമായിരുന്നു. ആ സമയത്ത് നല്ല രസമായിരുന്നു. ഈ സമയം അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ആർക്കും ഇതിന് സമയമില്ല. അതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അന്ന് ഇവർക്ക് സമയം ഉണ്ടായിരുന്നു, ഇവര് പാടത്തോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഒന്നിനും സമയമില്ല. ഇങ്ങനെ ഒന്ന് ഇറങ്ങി നടക്കാൻ പോലും നമ്മൾ മടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുന്നത് രസമാണ് കേട്ടോ. ഏത് ഈ മരത്തുമ്പോ കേറാൻ പറ്റും? സച്ചു കേറിയുണ്ടോ? കേറിണ്ട്. കണ്ടില്ലേ, ഇപ്പൊ കണ്ടില്ലേ ഒരു നാളികേരം ഇതിന്റെ മുകളിൽ. പക്ഷെ അത് ഇളക്കി കഴിഞ്ഞ് ചിലപ്പോ താഴെ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വളരെ മോട്ടർ അടിക്കുന്ന ശബ്ദമാട്ടോ കേൾക്കുന്നത്. കറക്റ്റ് കുളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കണ്ടോ വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണ്ടൊക്കെ കണ്ടില്ലേ കാന്തപ്പൊടി. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇത് ശേഖരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കാന്ത ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെക്കും, ഒരു പാത്രത്തിലാക്കി വെക്കും. ഈ മണൽ നല്ല രസം, നൈസ് മണലാണ്, ഭയങ്കര രസമാണ്. ഇതായിട്ട് ഞങ്ങള് കുറേ കാലം ഡപ്പയിലൊക്കെ വെച്ച് സൂക്ഷിച്ചെടുത്ത് വെക്കും. നല്ല രസമല്ലേ ഗൈസ് കാണാൻ? ഇതൊക്കെ നമുക്കൊരു ഓർമ്മയാണ്. അപ്പൊ ഗൈസ് നമ്മൾ പറമ്പിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് കയറാൻ പോവാട്ടോ. കുറച്ച് നേരം നമ്മൾ ഇവിടെയൊക്കെ നടന്നു. ആക്ച്വലി ഞാനും സച്ചും നേരത്തെ വന്നിട്ട് ഇവിടെ നിന്ന് പോയതായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഈ വെള്ളമടിയൊക്കെ കണ്ടപ്പം, ഇതിലെ വെള്ളം പോകുന്ന കണ്ടപ്പം നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവരെയും കൂടി വിളിച്ച് വന്നാട്ടോ. അപ്പോൾ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം വെള്ളമൊക്കെ പോയി കണ്ടോ.